ഹലോ കൂട്ടുകാരെ, ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കേൾക്കാം. ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഒരു ദിവസം ആൾക്കാരും കുറച്ച് വിരുന്നുകാരും ഉണ്ട്. കല്യാണമാരും മസാലമാരും വീട്ടുകാരും തന്നെ. ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്: പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി 3, മല്ലിയില, സവോള 6, ചിക്കൻ 2, അരി 1.5 കിലോ, മസാലപ്പൊടി. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെന്തയില അരിഞ്ഞെടുക്കാം. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കണം. അരി കലത്തിലിട്ട് വേവിച്ച് എടുക്കാം. അതിലേക്ക് അരി വേവിക്കുമ്പോൾ അതിലേക്ക് ഏലക്ക, പട്ട, കരയാമ്പ്, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് വേവിച്ച് വേണം വാർത്ത് വെക്കാനായി. സവാള അരിഞ്ഞ് പൊടിയായിട്ട് അരിയണം. തക്കാളി, മല്ലിയില പൊടിയായിട്ട് അരിയണം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാക്കി എടുക്കണം. കുറച്ച് പൈനാപ്പിളും അതുപോലെ മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കാം. മസാലപ്പൊടിക്ക് ബിരിയാണി മസാല, മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ ഒരു ബിരിയാണി പോട്ടിലാണ് ഇത് പച്ചക്ക് തന്നെ ഇളക്കിയെടുക്കുന്നത്. സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ്, തക്കാളി, മല്ലിയില, പുതിനയില എല്ലാം കൂടെ ബിരിയാണി പോട്ടിലിട്ട് ഇളക്കിയെടുക്കും. നല്ലപോലെ തിരിക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മസാലപ്പൊടികൾ, 1 സ്പൂൺ നാരങ്ങ നീര്, 2 സ്പൂൺ തൈര് എല്ലാം കൂടെ ഇളക്കിയെടുത്ത് നല്ലപോലെ തിരിഞ്ഞിട്ടുണ്ട്. കൈ വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് വീണ്ടും ഇളക്കി നല്ലപോലെ തിരിഞ്ഞിരിക്കുന്നു. ആവശ്യത്തിന് ഓയിൽ 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ നോക്കണം. 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ സ്റ്റൗവിൽ വെച്ച് വേവിക്കണം. വെള്ളം ഒട്ടും ചേർക്കണ്ട. 15-20 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ വേവിച്ച് നല്ല വെന്ത് പരുവാകും. അതിന് പകുതി മാറ്റി വേറെ ഇട്ടിട്ട് ബാക്കി പകുതിയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് വേഗമായിട്ടിടും. റൈസിൽ സവാള വറുത്തതും കാഷ്നട്ട് വറുത്തത് നെയ്യ് ഇടയ്ക്ക് കൊടുക്കും. 2 ലെയറാക്കി ഇത് സെപ്പറേറ്റ് ചെയ്യില്ല. ഇതിൻ്റെ ഒരു 5 മിനിറ്റ് കൂടെ സ്റ്റൗ ഓണാക്കി ചൂടാക്കാം. ഉച്ചയ്ക്ക് ഞങ്ങൾ ഇതെല്ലാം ബിരിയാണി എല്ലാവരും സന്തോഷമായിട്ട് കഴിച്ച് വൈകുന്നേരം ചായയും എല്ലാവരും സന്തോഷമായിട്ട് തിരിക്കും. ഇതെല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്.